ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത അവർ ബാക്കിയുള്ളവരപ്പോഴത്തേക്കും ജോയിൻ ചെയ്തിട്ട് അടുത്ത ടോപ്പിക് എടുക്കുമ്പോഴത്തേക്കും. ഓക്കെ, ഈ കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ് എന്ന് CFT. ഓക്കെ, ദ CFT ഇസ് എ ക്ലാസിക്കൽ ലബോറട്ടറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അതായത് ഇത് ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു ലബോറട്ടറി ടെസ്റ്റ് ആണ്. മീൻസ് പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതായത് അക്യൂട്ട് ഇൻഫെക്ഷൻസിന്റെ കേസിൽ പേഷ്യന്റിന്റെ സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡിലോ അല്ലെങ്കിൽ പേഷ്യന്റ് സെറത്തിലോ ഉള്ള വൈറൽ ആന്റിബോഡീസിനെ കണ്ടുപിടിക്കാൻ ഇപ്പോഴും ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്, ബട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അക്യൂട്ട് ഇൻഫെക്ഷൻസിന്റെ കേസിൽ പേഷ്യന്റിന്റെ സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡിലോ അല്ലെങ്കിൽ സെറത്തിലോ ഉള്ള വൈറസ് ആന്റിബോഡീസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇത് ടെസ്റ്റ് മെയിൻലി മെഷേഴ്സ് IgG ആന്റിബോഡീസ്. അതായത് ഈ ടെസ്റ്റ് പ്രധാനമായിട്ടും മെഷർ ചെയ്യുന്നത് IgG ഇമ്മ്യൂണോഗ്ലോബുലിൻ G ആന്റിബോഡീസിനെയാണ് പ്രധാനമായിട്ട് ഈ ടെസ്റ്റ് വഴി നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്. Then next point, the test is based on the capacity of complement. ഈ ടെസ്റ്റ് ആശ്രയിച്ചിരിക്കുന്നത് കോംപ്ലിമെന്റിന്റെ കപ്പാസിറ്റി, അതായത് കോംപ്ലിമെന്റിന്റെ കഴിവിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഈ ടെസ്റ്റ്. Then a group of heat labile proteins present in the plasma of most warm blooded animals to bind to antigen antibody complexes. അതായത് മോസ്റ്റ് വാം ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസിന്റെ, അതായത് ബേർഡ്സ് അതുപോലെ തന്നെ മാമൽസ് ഇതുപോലുള്ള ആനിമൽസിന്റെ വാം ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസിന്റെ പ്ലാസ്മയിൽ എന്താണ് ഹീറ്റ് ലേബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഹീറ്റ് ലേബിൾ പ്രോട്ടീൻസ് എന്ന ഹീറ്റിൽ ഓൾട്ടറേഷൻ വരുത്തുന്ന അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ വരുത്തുന്ന രീതിയിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. പ്ലാസ്മയിലാണ് ഈ ഹീറ്റ് ലേബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് കാണപ്പെടുന്നത്. ഓക്കെ, ഇതെന്ത് ചെയ്യും? ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ആയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, ബൈൻഡ് ടു ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ്. ആന്റിജൻ ആന്റിബോഡി റിയാക്ഷനിലെ ആ ഒരു കോംപ്ലക്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാകുക. when the complexes are present on the surface of red blood cells, അതായത് എപ്പോഴാണോ ഈ കോംപ്ലക്സസ് RBCന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്നത്, പ്രസന്റ് ആയിരിക്കുന്നത്, അപ്പോൾ എന്താകും? ഈ കോംപ്ലിമെന്റിന് എന്താകും? ലൈസിസ് സംഭവിക്കും. കോസസ് ദ ലൈസിസ്, അതായത് കോംപ്ലിമെന്റിന് ലൈസിസ് മീൻസ് ഡിസ്ട്രക്ഷൻ സംഭവിക്കും. ഇത് നമുക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഉപയോഗിച്ചിട്ട്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പരീക്ഷണം വെച്ചിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ മീൻസ് കാണാൻ നമുക്ക് സാധിക്കും. ഈ കോംപ്ലിമെന്റിന്റെ ലൈസിസ് നമുക്ക് കാണാൻ സാധിക്കും. Then next point പറഞ്ഞിരിക്കുന്നത്, in the actual test the complement in the patient serum is first destroyed by heating. അതായത് ഒരു ആക്ച്വൽ ടെസ്റ്റ് നടത്തുമ്പോൾ ഈ കോംപ്ലിമെന്റ്, അതായത് പേഷ്യന്റിന്റെ സെറത്തിലുള്ള കോംപ്ലിമെന്റ് ആദ്യം ഹീറ്റുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഡിസ്ട്രക്ഷൻ സംഭവിക്കുക. ഓക്കെ, the complement in the patient serum is first destroyed by heating. അതായത് പേഷ്യന്റ് സെറത്തിലുള്ള കോംപ്ലിമെന്റ് ആദ്യമായിട്ട് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത് ഹീറ്റിംഗുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ്, മീൻസ് ചൂടാക്കുന്നത് വഴിയാണ് അതിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്, ഫസ്റ്റത്തെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്. Then the serum is then mixed with the appropriate viral antigen. അതിനുശേഷം, അതായത് കോംപ്ലിമെന്റിന് ഡിസ്ട്രക്ഷൻ സംഭവിച്ചു, അതിനുശേഷം നമ്മൾ ഈ സെറത്തെ എന്ത് ചെയ്യുകയാണ്? നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വൈറൽ ആന്റിജനുമായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, അങ്ങനെ മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുകയാണ്. Okay, after incubation when the antigen antibody complexes are formed, അതിനുശേഷം ഈ ആന്റിജൻ എപ്പോഴാണോ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യുക, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു എക്സോജീനസ് ആയിട്ടുള്ള കോംപ്ലിമെന്റ് ആഡ് ചെയ്യും. എക്സോജീനസ് എന്നുണ്ടെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു കോംപ്ലിമെന്റ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യും, അതായത് ഈ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സിലോട്ട് ആഡ് ചെയ്യും. Then the complement then binds to the complexes and having been fixed, അതായത് ഈ കോംപ്ലിമെന്റ് കോംപ്ലക്സുമായിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ട് ഫിക്സ് ആകും. Okay, then it is then no longer to able to causes lysis of added indicator red cells. Okay, ഇത് എന്താണ് പറയാ? ഈ റെഡ് സെൽസ് ഇൻഡിക്കേറ്റർ ആയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത് റെഡ് സെൽസ് ആണ്. ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് റെഡ് സെൽസ് ആണ്. Okay, ഇത് ഇതിന് ലൈസിസ് സംഭവിക്കുന്നില്ല. Then usually sheet red cells coated with anti-sheep red cells antibodies are used as indicator to measure the presence of any residual complement. സാധാരണയായിട്ട് നമ്മൾ ഷീറ്റ് റെഡ് സെൽസ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ഇതിനെ കോട്ട് ചെയ്തിട്ട് എന്തുണ്ട്? ഇതിനെ ആവരണം ചെയ്തിട്ട് ആന്റി-ഷീപ്പ് റെഡ് സെൽസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതായത് ആന്റി-ഷീപ്പ് റെഡ് സെൽ ആന്റിബോഡീസ്, ഷീപ്പിന്റെ റെഡ് സെൽ ആന്റിബോഡീസ് കൊണ്ടാണ് നമ്മൾ ഈ ഷീഡ് റെഡ് സെൽസിനെ നമ്മൾ ആവരണം ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോംപ്ലിമെന്റിന്റെ പ്രസൻസ് ഉണ്ടോന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്.
അവസാനമായിട്ട് എന്തെങ്കിലും ഇനിയും എന്തെങ്കിലും റെസിഡ്യൂൽ ആയിട്ടുള്ള മീൻസ് അവശേഷിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കോംപ്ലിമെന്റ് ഈ ടെസ്റ്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ റെഡ് സെൽസ്, ഷീൽഡ് റെഡ് സെൽസ്. ഈ ഷീൽഡ് റെഡ് സെൽസിനെ ആവരണം ചെയ്തിട്ട് എന്തുണ്ട്, ആന്റി ഷീപ്പ് റെഡ് സെൽ ആന്റിബോഡീസ് ഉണ്ട്. ഇതാണ് നമ്മൾ ഈ മിച്ചം വന്നിരിക്കുന്ന എന്തെങ്കിലും കോംപ്ലിമെന്റ് ഇതിൽ പ്രസന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. Then the effect is measured by a suitable test protocol. ഇതിന്റെ ഇഫക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ suitable ആയിട്ട് അനുയോജ്യമായിട്ടുള്ള പ്രോട്ടോകോൾ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Then serial dilution of the patient serum are used and the highest dilution where the serum can still prevent complement activity in the indicated system is taken as the CFT titer of the sample. അതായത് സീരിയൽ ആയിട്ടുള്ള ഡയലൂഷൻ, പേഷ്യന്റിന്റെ ഈ സെറത്തിൽ നമ്മൾ ഒരുപാട് തവണ ഡയലൂട്ട് ചെയ്യും, മീൻസ് ഒരുപാട് തവണ നമ്മൾ ഇതിനെ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ചെറിയ രൂപത്തിലോട്ട് മാറ്റി മാറ്റി കൊണ്ടുവരും. ഒരുപാട് തവണ നമ്മൾ ഇതിനെ ഡയലൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദി ഹയസ്റ്റ് ഡയലൂഷൻ യൂസ്ഡ് ആൻഡ് ദി ഹയസ്റ്റ് ഡയലൂഷൻ വേർ ദ സെറം ക്യാൻ സ്റ്റിൽ പ്രിവെന്റ് കോംപ്ലിമെന്റ് ആക്ടിവിറ്റി. ഏറ്റവും കൂടിയ ഡയലൂഷൻ നടക്കുന്ന സമയത്ത് ഈ സെറത്തിന്റെ എന്താ പറയാ കോംപ്ലിമെന്റിനെ തടയാനുള്ള ആക്ടിവിറ്റി കൂടും. ഓക്കെ, സെറം ക്യാൻ സ്റ്റിൽ പ്രിവെന്റ് കോംപ്ലിമെന്റ് ആക്ടിവിറ്റി ഇൻ ദി ഇൻഡിക്കേറ്റർ സിസ്റ്റം. ഇൻഡിക്കേറ്റർ സിസ്റ്റം ആയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് CFT ടൈറ്റർ ഓഫ് ദി സാമ്പിൾ ആണ്. ഒരു CFT ടൈറ്റർ എന്ന് പറഞ്ഞാൽ, അതായത് കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റർ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. Then the tests are usually carried out on microtiter plates. അതായത് ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മൈക്രോടൈറ്റർ പ്ലേറ്റ് ആണ്. ഓക്കെ, ഒരു എക്യുപ്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദി റിസൾട്ട്സ് ആർ ഒബ്സർവ്ഡ് ബൈ ഐ. നമുക്ക് ഈ ഒരുപാട് തവണ ഡയലൂഷൻ നടത്തണമെന്ന് പറഞ്ഞു. ഓക്കെ, ഹയസ്റ്റ് ഡയലൂഷനിലും എന്താണ് ഈ കോംപ്ലിമെന്റ് ആക്ടിവിറ്റി തടയപ്പെടുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇൻഡിക്കേറ്റർ സിസ്റ്റം ആണ്. ഇസ് ടേക്കൺ ആസ് ദി CFT ടൈറ്റർ ഓഫ് ദി സാമ്പിൾ. ഇൻഡിക്കേറ്റർ സിസ്റ്റം നമ്മൾ എടുക്കുന്നത് ഒരു CFT ടൈറ്റർ ഓഫ് ദി സാമ്പിൾ, അതായത് CFT ടൈറ്റർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ആണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മൈക്രോടൈറ്റർ പ്ലേറ്റ് ആണ്. ഓക്കെ, ഇതിന്റെ റിസൾട്ട് നമുക്ക് കണ്ണ് വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Then CFT is still used for diagnosis of acute virus infection. ഇപ്പോഴും ഈ CFT ഉപയോഗിക്കുന്നുണ്ട്. അത് ഓൾറെഡി പറഞ്ഞത് തന്നെ, അക്യൂട്ട് വൈറസ് ഇൻഫെക്ഷന്റെ കേസിൽ രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അക്യൂട്ട് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസിന്റെ കേസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രോഗനിർണയത്തിന് വേണ്ടിയിട്ട്. Then it measures certain types of antibodies which occur only during the acute phase of infection. Only acute phase ആയിട്ടുള്ള ഇൻഫെക്ഷൻസിന്റെ കേസിൽ മാത്രം ഉള്ള ചില ആന്റിബോഡീസിനെ മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ therefore CFT is not suitable for investigation of immune status. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റിന്റെ അളക്കാൻ നമുക്ക് ഇതൊരിക്കലും യൂസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഉപകാരപ്പെടത്തില്ല. Then next, ഈ CFT ഇത്രയാണ്, ഓൾറെഡി എടുത്തതാണ്, ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി എടുത്തേ ഉള്ളൂ. ഓക്കെ, ബാക്കി നിങ്ങൾ വായിച്ചു നോക്കുക, ഒന്നുകൂടി വായിച്ചു നോക്കാം, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഷംനയ്ക്ക് മനസ്സിലായതായിരുന്നോ CFT? ഷംന മനസ്സിലായോ? അന്നുണ്ടായിരുന്നില്ലേ? ഓക്കെ, ബാക്കിയുള്ളവര് ഓക്കെ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും ഒന്നുകൂടി. ഷംന ഏത് എക്സാമിനാ? അത് ഞാൻ മണ്ടേലോട്ട് മാറ്റിയായിരുന്നു, പക്ഷെ അമ്മ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നല്ലോ അല്ലെ? മണ്ടേലോട്ട് മാറ്റിയായിരുന്നു. ഓക്കെ, അത് മണ്ടേലാണ്. ഓക്കെ, മണ്ടേ പഠിച്ചാൽ മതി. ഓക്കെ, ഓക്കെ. അടുത്ത അസൈൻമെന്റ് ഞാൻ പിന്നെ പറയാം. ഇല്ല, അതും ഗ്രൂപ്പിൽ ഇട്ടേ. ഓക്കെ, അതായത് സെമിനാർ ഇപ്പൊ വേണ്ട. ഓക്കെ, എക്സാം കഴിഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഇൻഫോം ചെയ്തായിരുന്നു സ്റ്റുഡൻസിന്. യൂട്യൂബ് കണ്ടില്ലായിരുന്നോ? അതായത് മൺഡേ നിങ്ങൾക്ക് യൂണിറ്റ് 5ന്റെ എക്സാം, ഇപ്പൊ നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ഫുൾ ചാപ്റ്ററിന്റെ എക്സാം. ഓക്കെ, യൂണിറ്റ് 5 ഇല്ലേ, സ്റ്റാർട്ടിങ് തൊട്ട് ഇന്ന് ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, ആ ടോപ്പിക് വരെ. ദെൻ ട്യൂസ്ഡേ ഫസ്റ്റത്തെ 2 ചാപ്റ്റർ, മൈക്രോബയോളജിയിലെ ആദ്യത്തെ 2 ചാപ്റ്ററിന്റെ എക്സാം ആയിരിക്കും ട്യൂസ്ഡേ. മനസ്സിലായോ? വെനസ്ഡേ അടുത്ത 2 ചാപ്റ്റർ, അതായത് നിങ്ങളുടെ അസൈൻമെന്റ് ഇല്ല അതൊഴിച്ചിട്ടുള്ള. ഓക്കെ, ഓക്കെ, പാറ്റേൺ ഇങ്ങനെയാണ്. ഓക്കെ, എങ്കിൽ അടുത്ത ഹെഡിങ് കൊടുക്കുക, ഈ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ഹെഡിങ്.
ഓക്കെ, മീഡിയ കമ്പോസിഷൻ എന്ന് കൊടുക്കുക. അതായത് സെൽ കൾച്ചർ ഓൾറെഡി എടുത്തതാണ്, ആനിമൽ സെൽ കൾച്ചർ നമ്മൾ എടുത്തതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു സെൽ കൾച്ചറിന്റെ മുന്നിലായിട്ട് ആനിമലിൽ നിന്ന് കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞായിരുന്നു അന്ന്. ആനിമൽ സെൽ കൾച്ചർ ഓൾറെഡി എടുത്തതാണ്, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണിത്. ഓക്കെ, അതിന്റെ ഒരു ചെറിയൊരു പോയിന്റ് കൂടി, അതിൽ വരുന്ന ചെറിയൊരു ടോപ്പിക് കൂടിയാണ്, അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് ആനിമൽ സെൽ കൾച്ചർ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് ആനിമൽ സെൽ കൾച്ചറിൽ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. ഓക്കെ, മീഡിയ കോമ്പോസിഷന് ഹെഡിങ് കൊടുക്കുക. ആനിമൽ സെൽ കൾച്ചറിന് ജസ്റ്റ് എഴുതി ചേർക്കുക, എന്നിട്ട് ആനിമൽ സെൽ കൾച്ചറിന് ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് മീഡിയ കോമ്പോസിഷൻ സബ് ഹെഡിങ് കൊടുക്കുക. ആനിമൽ സെൽ കൾച്ചർ ഓൾറെഡി എടുത്താണ്, അത്രയും പഠിക്കുക, അതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കേണ്ടതാണ് ഇത്. മീഡിയ കോമ്പോസിഷൻ കൊടുക്കുക. അതായത് ആനിമൽ സെൽ കൾച്ചറിലെ മീഡിയയിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നതെന്നാണ് ഇവിടെ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് എനർജി സോഴ്സസ്. എനർജി സ്രോതസ്സായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ്. ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. എനർജി സോഴ്സസിൽ വരുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ്സ്. ഓക്കെ, അതായത് എനർജി സോഴ്സസ് ആയിട്ട് നമ്മൾ ആനിമൽ സെൽ കൾച്ചറിൽ യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും അമിനോ ആസിഡ്സും ആണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് നൈട്രജൻ സോഴ്സസ്. നൈട്രജൻ സ്രോതസ്സായിട്ട് യൂസ് ചെയ്യുന്നത് അമിനോ ആസിഡ് ആണ്. ഹൈഫൻ ഇട്ടിട്ട് അമിനോ ആസിഡ്. നൈട്രജൻ സോഴ്സസ് ഇൻ ദാറ്റ് അമിനോ ആസിഡ്സ്. ദെൻ മൂന്നാമത്തത് വിറ്റാമിൻസ്. വിറ്റാമിൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറലി വാട്ടർ സോലുബിൾ വിറ്റാമിൻസ് ആണ്. മീൻസ് വാട്ടർ സോലുബിൾ വിറ്റാമിൻസ് രണ്ട് തരത്തിലുണ്ട്, വാട്ടർ സോലുബിളും ഫാറ്റ് സോലുബിളും ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് ആണ്, അതായത് ബി ആൻഡ് സി. ജനറലി വാട്ടർ സോലുബിൾ വിറ്റാമിൻസ്, അതായത് ബി ആൻഡ് സി എന്ന് പറഞ്ഞ വിറ്റാമിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇൻഓർഗാനിക് സാൾട്ട്സ്. അടുത്ത പോയിന്റിൽ ഇൻഓർഗാനിക് ആയിട്ടുള്ള സാൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം. അതായത് ഇൻഓർഗാനിക് സാൾട്ട്സിൽ വരുന്നത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. Then next point, fat and fat soluble components. Okay, അതിൽ വരുന്നത് fatty acids and cholesterol. Fat and fat soluble components. അതിൽ വരുന്ന ഘടകങ്ങൾ fatty acids ഉം cholesterol. Then next point, antibiotics. അടുത്ത സ്രോതസ്സാണ് antibiotics. Next one, okay, cholesterol കിട്ടിയോ? നെക്സ്റ്റ് വരുന്നത് ആന്റിബോഡീസ്. അടുത്ത പോയിന്റ് ആന്റിബോഡീസ്. സോറി, ആന്റിബയോട്ടിക്സ്. നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ എൻവയോൺമെന്റ്. ഫിസിക്കൽ എൻവയോൺമെന്റ് includes the optimum pH. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വരുന്ന ഘടകങ്ങളാണ് ഈ പറയുന്നത്. ദ ഒപ്റ്റിമം പി എച്ച്, ഒരു ഒപ്റ്റിമം പി എച്ച് വേണം, ടെമ്പറേച്ചർ, ഓസ്മോളാലിറ്റി and gaseous environment supporting surface and protecting the cells from chemical, physical and mechanical stress. എന്നോട് പറയാം, the physical environment includes the optimum pH, temperature, osmolality and gaseous environment,
supporting surface and protecting the cells from chemical, physical and mechanical stress. Okay, mechanical, protecting the cells from chemical, physical and mechanical stress. സെൽസിനെ രാസപരമായിട്ടും ഭൗതികപരമായിട്ടും അതുപോലെ തന്നെ യാന്ത്രികപരമായിട്ടുള്ള സ്ട്രെസ്സിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യണമെന്ന്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഒക്കെ വേണമെന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, CO2 ഇൻക്യുബേറ്റേഴ്സ്, കാർബൺ ഡയോക്സൈഡിന്റെ ഇൻക്യുബേറ്റർ ആർ യൂസ്ഡ് ആൻഡ് ഡിസൈൻഡ് ടു mimic the environmental conditions of the living cells. അതായത് CO2 ഇൻക്യുബേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരുന്നത്, നിർമ്മിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവിങ് സെൽസിന് ആവശ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, സെയിം ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, an inverted microscope is used for visualizing cell cultures in vitro. അതായത് ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് വേണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽ കൾച്ചർ, അതായത് സെൽ കൾച്ചറിലെ എന്താ പറയുക, അതിന്റെ റെപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെൽ കൾച്ചറിലെ മാറ്റങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then next point, for most animal cell cultures, low speed centrifuges are needed. Low speed centrifuges are needed. അതായത് ആനിമൽ സെൽ കൾച്ചറിൽ ലോ സ്പീഡ്, കുറഞ്ഞ സ്പീഡ് ഉള്ള രീതിയിലുള്ള സെൻട്രിഫ്യൂജ് ആവശ്യമാണ്. Then next point, serum is essential for animal cell culture and contains growth factors which promote cell proliferation. Serum is essential for animal cell culture and contains growth factors which promotes cell proliferation. അതായത് ആനിമൽ കൾച്ചറിന് സെറം ആവശ്യമാണ്. ഓക്കെ, ഇതിൽ എന്താ ഗ്രോത്ത് ഫാക്ടേഴ്സ്, വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ വേണം. ഇതെന്തിനാ പ്രൊമോട്ട് ചെയ്യുക? സെൽ പ്രൊലിഫറേഷൻ മീൻസ് കോശങ്ങളുടെ വിഭജനത്തിന് അല്ലെങ്കിൽ വർധനവിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ വേണം. Then next point, cryopreservation is, okay, serum is essential for animal cell culture. അതായത് സെറം ആവശ്യമാണ് ആനിമൽ സെൽ കൾച്ചറിന്. That contains growth factors, അതിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളും വേണം. Which promotes cell proliferation. പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർധനവ്, അതായത് സെൽസിന്റെ വർധനവിന് അല്ലെങ്കിൽ സെൽസിന്റെ റെപ്ലിക്കേഷന് ഈ ഘടകങ്ങൾ ആവശ്യമാണ്. Then next point, cryopreservation. Cryo സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. ഓക്കെ, cryopreservation is storing of cells at very low temperature using liquid nitrogen. അതായത് ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സെൽസിനെ ചെറിയ ടെമ്പറേച്ചറിൽ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കോശങ്ങളെ ചെറിയ ടെമ്പറേച്ചറിൽ ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്രയോ പ്രിസർവേഷൻ. ഫുൾ സ്റ്റോപ്പ്. Capital letters DMSO. Capital letters DMSO is a cryopreservative molecule which prevent damage to cells. അതായത്
DMSO എന്ന് പറഞ്ഞ ഒരു ക്രയോ പ്രിസർവേറ്റീവ് മോളിക്യൂൾ, ഒരു തന്മാത്ര, ക്രയോ പ്രിസർവേറ്റീവ് ആയിട്ടുള്ള ഒരു തന്മാത്രയാണ് DMSO. ഓക്കെ, DMSO. ഓക്കെ, ഇത് സെല്ലിന്റെ ഡാമേജിനെ തടയുകയാണ് ചെയ്യുന്നത്. DMSO is a cryopreservative molecule which prevent damage to cells. ഞാൻ ഒന്നും കൂടി വായിക്കാം. അതായത് മീഡിയ കോമ്പോസിഷൻ, ആനിമൽ സെൽ കൾച്ചറിലെ മീഡിയയിൽ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഇവിടെ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത് എനർജി സോഴ്സസ്. അതിൽ വരുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ്. ദെൻ സെക്കൻഡ് വൺ നൈട്രജൻ സോഴ്സസ്. ഇൻ ദാറ്റ് അമിനോ ആസിഡ്സ്. Then next one vitamins. In that generally water soluble vitamins B and C. Then next one inorganic salts. In that sodium, potassium, calcium and magnesium. Then next one fat and fat soluble components. In that fatty acids and cholesterol. Then next one antibiotics. Then next one the physical environment includes the optimum pH, temperature, osmolality and gaseous environment, supporting surface and protecting the cells from chemical, physical and mechanical stress. The next point, CO2 incubators are used and designed to mimic the environmental conditions of the living cells. And next one, an inverted microscope is used for visualizing cell cultures in vitro. The next point, for most animal cell cultures, low speed centrifuges are needed. The next point, serum is essential for animal cell culture and contains growth factors which promote cell proliferation. The next point, cryopreservation is storing of cells at a very low temperature using liquid nitrogen. Full stop. Then continuation, DMSO is a cryopreservative molecule which prevent damage to cells. കിട്ടിയോ? ഇത്രയും പോയിന്റ്സ് കിട്ടിയായിരുന്നോ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക. അതിൽ തന്നെ വരുന്ന സബ് ഹെഡിങ് കൊടുക്കുക കൾച്ചർ മീഡിയ. ആനിമൽ സെൽ കൾച്ചറിന്റെ കണ്ടിന്യൂഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കൾച്ചർ മീഡിയ എന്ന് കൊടുക്കുക. സബ് ഹെഡിങ് കൾച്ചർ മീഡിയ. Okay, in that two types of culture media are used in animal tissue culture അല്ലെങ്കിൽ animal cell culture. Okay, culture media, in that two types of culture media are used in animal tissue culture. Okay, animal tissue culture രണ്ട് ടൈപ്പ് ഓഫ് മീഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള മീഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay, in that first one natural media. ഒന്നാമത്തത് natural media. In that this media consists of naturally occurring biological fluids and are of the following three types. അതായത് ഈ മീഡിയയിൽ നാച്ചുറലി ഉള്ള ബയോളജിക്കൽ ഫ്ലൂയിഡ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇത് മൂന്ന് തരത്തിലുണ്ട്. Okay, this media consists of naturally occurring biological fluids and are the following three types. അതായത് നാച്ചുറൽ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ബയോളജിക്കൽ ഫ്ലൂയിഡ്സ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മൂന്ന് തരത്തിലുണ്ട്. Okay, ഒന്നാമത്തത് ക്ലോട്ട്സ്. രണ്ടാമത്തത് ടിഷ്യൂ എക്സ്ട്രാക്ട്സ്. മൂന്നാമത്തത് ബയോളജിക്കൽ ഫ്ലൂയിഡ്സ്. ഒന്നുകൂടി പറയാം. അതായത് നാച്ചുറൽ മീഡിയയിൽ നാച്ചുറൽ ആയിട്ട് ഒക്കർ ചെയ്യുന്ന ബയോളജിക്കൽ ഫ്ലൂയിഡ്സ് ആണുള്ളത്. ഇതിൽ മൂന്ന് ടൈപ്സ് ഉണ്ട്. ക്ലോട്ട് വരുന്നുണ്ട്, ടിഷ്യൂ എക്സ്ട്രാക്ട്, അതുപോലെ തന്നെ ബയോളജിക്കൽ ഫ്ലൂയിഡ്സ്. അങ്ങനെ മൂന്ന് ഘടകങ്ങളാണ് ഇതിൽ തന്നെ അടങ്ങിയിരിക്കുന്നത്. മൂന്ന് ടൈപ്പ് ആയിട്ടാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത് നാച്ചുറൽ മീഡിയനെ. ക്ലോട്ട്, ടിഷ്യൂ എക്സ്ട്രാക്ട്സ്, ബയോളജിക്കൽ ഫ്ലൂയിഡ്സ്. ഈ മൂന്ന് ഘടകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് നാച്ചുറൽ മീഡിയയിൽ. ദെൻ രണ്ടാമത്തത് ആർട്ടിഫിഷ്യൽ മീഡിയ. സെക്കൻഡ് വൺ ആർട്ടിഫിഷ്യൽ മീഡിയ. അതായത് കൾച്ചർ മീഡിയനെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. നാച്ചുറൽ മീഡിയം, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ മീഡിയം. അടുത്തത് ആർട്ടിഫിഷ്യൽ മീഡിയ. In that it may be grouped into following types.
ഇതിൽ വരുന്ന ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് സെറം കണ്ടെയ്നിങ് മീഡിയ, സെറം കണ്ടെയ്നിങ് മീഡിയ. രണ്ടാമത്തത് സെറം ഫ്രീ മീഡിയ. മൂന്നാമത്തത് കെമിക്കലി ഡിഫൈൻഡ് മീഡിയ. നാലാമത്തത് പ്രോട്ടീൻ ഫ്രീ മീഡിയ. എന്നോട് പറയാം, കൾച്ചർ മീഡിയനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, നാച്ചുറൽ മീഡിയം, ആർട്ടിഫിഷ്യൽ മീഡിയം. നാച്ചുറൽ മീഡിയം എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ബയോളജിക്കൽ ഫ്ലൂയിഡ്സ്. അതിൽ വരുന്നത് ക്ലോത്ത്സും ടിഷ്യൂ എക്സ്ട്രാക്ട്സും ബയോളജിക്കൽ ഫ്ലൂയിഡ്സും. ആർട്ടിഫിഷ്യൽ മീഡിയയിൽ വരുന്നത് സെറം കണ്ടെയ്നിങ് മീഡിയ, ദെൻ സെറം ഫ്രീ മീഡിയ, ദെൻ കെമിക്കലി ഡിഫൈൻഡ് മീഡിയ, ദെൻ പ്രോട്ടീൻ ഫ്രീ മീഡിയ. അത്രയും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക ക്ലോട്ട്. അതിൽ ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ക്ലോട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, ക്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദാറ്റ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ക്ലോട്ട്സ് ആർ പ്ലാസ്മ ക്ലോട്ട്സ് വിച്ച് ഹാവ് ബീൻ ഇൻ യൂസ് ഫോർ എ ലോങ് ടൈം. പ്ലാസ്മ ഈസ് നൗ കൊമേഴ്സ്യലി അവൈലബിൾ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് വിച്ച് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ദി ലബോറട്ടറി. അതായത് കോമൺ ആയിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്മ ക്ലോട്ട് ആണ്. ഓക്കെ, ഇതിന് ഒരുപാട് ലോങ് ടൈം ആയിട്ടുള്ള യൂസ് ഉണ്ട്. ദെൻ പ്ലാസ്മ ഈസ് നൗ കൊമേഴ്സ്യലി അവൈലബിൾ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. പ്ലാസ്മ ഇപ്പോൾ എന്താ പറയുക, വാണിജ്യപരമായിട്ടും എന്താ പറയുക ലിക്വിഡ് ദ്രാവക രൂപത്തിലും ലഭിക്കും, അവൈലബിൾ ആണ്. ഓക്കെ, അതായത് ഇതിന് ലബോറട്ടറിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് വാണിജ്യപരമായിട്ട് ഇപ്പോൾ പ്ലാസ്മ ദ്രാവക രൂപത്തിലും നമുക്ക് ലഭിക്കും. ഓക്കെ, ഇത് ലബോറട്ടറിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയാണ് ക്ലോട്ട്. എന്നിട്ട് പറയാം, ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ക്ലോട്ട്സ് ആർ പ്ലാസ്മ ക്ലോട്ട്സ് വിച്ച് ഹാവ് ബീൻ ഇൻ യൂസ് ഫോർ എ ലോങ് ടൈം. ദ പ്ലാസ്മ ഈസ് നൗ കൊമേഴ്സ്യലി അവൈലബിൾ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് വിച്ച് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ദി ലബോറട്ടറി. അതായത് സാധാരണ ഉപയോഗിക്കുന്ന ക്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്മ ക്ലോട്ടാണ്. ഇതിന് കൂടുതൽ ലോങ് ടൈം ആയിട്ടുള്ള യൂസ് വരുന്നുണ്ട്. ദെൻ ഇത് കൊമേഴ്സ്യലി ഇപ്പോൾ ദ്രാവക രൂപത്തിലും അവൈലബിൾ ആണ്. അതായത് ഇതിനെ നമ്മൾ ലബോറട്ടറീസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ബയോളജിക്കൽ ഫ്ലൂയിഡ്സ് കൊടുക്കാം. അടുത്ത ഘടകം ബയോളജിക്കൽ ഫ്ലൂയിഡ്സ്. ഇൻ ദാറ്റ് വേരിയസ് ബയോളജിക്കൽ ഫ്ലൂയിഡ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് കൾച്ചർ മീഡിയ. എക്സാമ്പിൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, aqueous humoral from eye, insect hemolymph, serum, etc. Then serum is the most widely used. അതായത് ബയോളജിക്കൽ ഫ്ലൂയിഡ്സിൽ വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള ബയോളജിക്കൽ ഫ്ലൂയിഡ്സ് നമ്മൾ കൾച്ചർ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ദെൻ aqueous humoral from eye. aqueous humor എന്താന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ വർഷം അനാട്ടമിയിൽ പഠിച്ചാണ്, സെൻസ് ഓർഗൻസിൽ പഠിച്ചതാണ്. aqueous humor, ഐയിലെ aqueous humor. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പഠിച്ചതാണ്. ഓക്കെ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, aqueous humor ഫ്രം ഐ, അതുപോലെ തന്നെ ഇൻസെക്റ്റിന്റെ ഹീമോലിംഫ്, അതായത് ഇൻസെക്റ്റിന്റെ ബ്ലഡ്, ഇൻസെക്റ്റിന്റെ ഹീമോലിംഫ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെറം, സെറം. ഇത്രയും ഘടകങ്ങളാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, aqueous humor from eye, insect hemolymph, serum, etc. ഇതുപോലുള്ള ബയോളജിക്കൽ ഫ്ലൂയിഡ്സ് ആണ് എക്സാമ്പിൾസ്. ദെൻ സെറം ഈസ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. ഇതിൽ തന്നെ സെറം ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക ടിഷ്യൂ എക്സ്ട്രാക്ട്. അടുത്ത ഘടകം ടിഷ്യൂ എക്സ്ട്രാക്ട്സ്. ടിഷ്യൂ എക്സ്ട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ ചിക്ക് എംബ്രിയോ എക്സ്ട്രാക്ട് ഇസ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടിഷ്യൂ എക്സ്ട്രാക്ട്, ബട്ട് ബോവിൻ എംബ്രിയോ എക്സ്ട്രാക്ട് ഈസ് ഓൾസോ യൂസ്ഡ്. അതായത് ചിക്ക് എംബ്രിയോ, നമ്മൾ എംബ്രിയോണേറ്റഡ് എഗ് ഓൾറെഡി പഠിച്ചാണ്. ചിക്ക് എംബ്രിയോ എക്സ്ട്രാക്ട് ആണ് നമ്മൾ കൂടുതലായിട്ട് ടിഷ്യൂ എക്സ്ട്രാക്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ചിക്ക് എംബ്രിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കുഞ്ഞിന്റെ എംബ്രിയോന്റെ എക്സ്ട്രാക്ട്. ഓക്കെ, എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ സത്ത്. ഓക്കെ, മീൻസ് അതിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റ്. ഓക്കെ, ചിക്ക് എംബ്രിയോന്റെ എക്സ്ട്രാക്ട് ആണ് നമ്മൾ കൂടുതലായിട്ടും ടിഷ്യൂ എക്സ്ട്രാക്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ എന്താണ് ബോവിൻ എംബ്രിയോ, മീൻസ് കന്നുകാലികളുടെ. ഓക്കെ, കന്നുകാലി കാളാന്നൊക്കെയുള്ള അർത്ഥമാണ് ബോവിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബോവിൻ എംബ്രിയോന്റെ എക്സ്ട്രാക്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.
ചിക്ക് എംബ്രിയോന്റെ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ അതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ബൊവിൻ എംബ്രിയോ എക്സ്ട്രാക്റ്റും യൂസ് ചെയ്യുന്നുണ്ട്. മീൻസ് ബൊവിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കന്നുകാലി അല്ലെങ്കിൽ കാള എന്നൊക്കെ പറഞ്ഞൊരു മീനിങ്. ഓക്കെ, അതിന്റെ ഒരു എക്സ്ട്രാക്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Then tissue extract can often be substituted by a mixture of amino acids and certain other organic compounds. അതായത് ഈ ടിഷ്യൂ എക്സ്ട്രാക്ട്സിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അമിനോ ആസിഡ്സിന്റെയോ അല്ലെങ്കിൽ അമിനോ ആസിഡ്സും അതുപോലെ തന്നെ വേറെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെയോ ഒക്കെ മിശ്രിതമാണ്. മിക്സറും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് പറയാം ടിഷ്യൂ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ചിക്ക് എംബ്രിയോ എക്സ്ട്രാക്ട് ഈസ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടിഷ്യൂ എക്സ്ട്രാക്ട് ബട്ട് ബോവിൻ എംബ്രിയോ എക്സ്ട്രാക്ട് ഈസ് ഓൾസോ യൂസ്ഡ്. അതായത് ചിക്ക് എംബ്രിയോന്റെ എക്സ്ട്രാക്ട് ആണ് നമ്മൾ മീൻസ് കോഴിക്കുഞ്ഞിന്റെ എംബ്രിയോന്റെ എക്സ്ട്രാക്ട് ആണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ബോവിൻ എംബ്രിയോ എക്സ്ട്രാക്റ്റും യൂസ് ചെയ്യുന്നുണ്ട്. Then tissue extract can often be substituted by a mixture of amino acids and other organic compounds. ഈ ടിഷ്യൂ എക്സ്ട്രാക്റ്റിന് പകരമായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അമിനോ ആസിഡ്സും അതുപോലെ തന്നെ സർട്ടൻ അതർ ഓർഗാനിക് കോമ്പൗണ്ട്സ്, വേറെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ എല്ലാം മിക്സറും ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഹെഡിങ് സെറം കണ്ടെയ്നിങ് മീഡിയ. സെറം കണ്ടെയ്നിങ് മീഡിയ അതായത് ആർട്ടിഫിഷ്യൽ മീഡിയയിലെ എക്സ്പ്ലനേഷൻസ് ആണ് ഇനി പറയുന്നത്. സെറം കണ്ടെയ്നിങ് മീഡിയ. സെറം കണ്ടെയ്നിങ് മീഡിയയില് ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ഫീറ്റൽ ബോവിൻ സെറം ഈസ് ദി മോസ്റ്റ് കോമൺ സപ്ലിമെന്റ് ഇൻ ആനിമൽ സെൽ കൾച്ചർ മീഡിയ. ആനിമൽ സെൽ കൾച്ചർ മീഡിയയില് ഫീറ്റൽ ബോവിൻ സെറം ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സെറം കണ്ടെയ്നിങ് മീഡിയയില് ക്ലിയർ ആയോ? അതായത് ആനിമൽ സെൽ കൾച്ചർ മീഡിയയില് കോമൺ ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഫീറ്റൽ ബോവിൻ സെറം. അതായത് കന്നുകാലികളുടെ ഫീറ്റസ് ആയിട്ടുള്ള ബോവിന്റെ സെറം ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. Then next point, it is used as low cost supplement to provide a optimal culture media. ഇത് യൂസ് ചെയ്യുന്നത് ഇത് ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്. ഇത് ഒപ്റ്റിമൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then next point, serum provides carries water insoluble nutrients, hormones and growth factors, then protease inhibitors and binds and neutralizes toxic moieties etc. അതായത് സെറം പ്രൊവൈഡ്സ്, സെറം എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കാരിയസ് വാട്ടർ സോലുബിൾ, അതായത് സെറം പ്രൊവൈഡ് ചെയ്യുന്ന കാരിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ഇൻസോലുബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ്, ജലത്തിൽ ലയിക്കാത്ത രീതിയിലുള്ള ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ ഹോർമോൺസ്, ഗ്രോത്ത് ഫാക്ടേഴ്സ്, പ്രോട്ടിയസ് ഇൻഹിബിറ്റേഴ്സ്, അതുപോലെ തന്നെ ബൈൻഡ്സ്, അതുപോലെ തന്നെ ന്യൂട്രലൈസസ് ടോക്സിക് മോയിറ്റൈസ്. ഇതെല്ലാം എന്താ പറയുക, ഈ കൾച്ചർ മീഡിയയിൽ വരുന്ന ഘടകങ്ങളാണ്. ഇതെല്ലാം സെറം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? ഈ വേർഡ്സ് എല്ലാം നിങ്ങൾ ഒന്നുകൂടി പറയാം. സെറം കണ്ടെയ്നിങ് മീഡിയ ഇൻ ദാറ്റ് ഫീറ്റൽ ഇതൊക്കെ ഓരോ മീഡിയാസ് ആണ്, മീൻസ് ആനിമൽ സെൽസിനെ വളർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയാസ് ആണ്. ഇതിൽ വരുന്നത് ഒരു മീഡിയ ആണ്, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന മീഡിയ ആണ് സെറം കണ്ടെയ്നിങ് മീഡിയ. ഇതിൽ നമ്മൾ ഫീറ്റൽ ബോവിൻ സെറം ആണ് യൂസ് ചെയ്യുന്നത്. ബോവിൻ എന്ന് പറഞ്ഞാൽ കന്നുകാലി, കാള എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അതിന്റെ ഫീറ്റസിന്റെ സെറം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then next point, it is used as low cost supplement. ഇത് ലോ കോസ്റ്റിലുള്ള ഒരു സപ്ലിമെന്റ് ആണ്. കൾച്ചർ മീഡിയ ഇത് ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള കൾച്ചർ മീഡിയ നമുക്ക് പ്രൊവൈഡ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള കൾച്ചർ മീഡിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then serum provides, ഇതിലെ ഈ സെറം എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നൽകുന്നതെന്ന്, ഈ കൾച്ചർ മീഡിയക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രിയൻസ്, വാട്ടർ ഇൻസോൾബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സെറം. അതുപോലെ തന്നെ ഹോർമോൺസ്, അതുപോലെ തന്നെ ഗ്രോത്ത് ഫാക്ടേഴ്സ്, പ്രോട്ടിയസ് ഇൻഹിബിറ്റേഴ്സ്, ബൈൻഡ്സ്, ന്യൂട്രലൈസസ് ടോക്സിക് മോയിറ്റസ്. ഇതെല്ലാം ഈ ഘടകങ്ങളൊക്കെ, ഈ പ്രോട്ടിയസ് ഇൻഹിബിറ്റേഴ്സ്, ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കുക. ഈ ഘടകങ്ങളെല്ലാം ഇപ്പൊ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഘടകങ്ങളെല്ലാം ഈ സെറം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? Then next ഹെഡിങ് കൊടുക്കുക, സെറം ഫ്രീ മീഡിയ. സെറം ഫ്രീ മീഡിയ. In that first point, presence of serum in media can lead to serious misinterpretations in immunological studies. അതായത് മീഡിയയിലുള്ള സെറത്തിന്റെ പ്രസൻസ് സീരിയസ് ആയിട്ടുള്ള ചില മിസ്ഇന്റർപ്രിറ്റേഷൻസ്, അതായത് ചില മിസ്റ്റേക്സ് എല്ലാം
ഇമ്മ്യൂണോളജിക്കൽ സ്റ്റഡീസിൽ വരുത്തുന്നുണ്ട്. ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തുമ്പോൾ ചില മിസ്റ്റേക്സ് ഒക്കെ ഈ സെറം മീഡിയയിലുള്ള സെറം വരുത്തുന്നുണ്ട്. ഓക്കെ, അതായത് മീഡിയയിൽ സെറത്തിന്റെ പ്രസൻസ് ചില മിസ്ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ വരുത്തുന്നുണ്ട് ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള നടത്തുന്ന സ്റ്റഡീസിൽ. ക്ലിയർ ആയോ? മീൻസ് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്നുണ്ടെന്ന്. Then this media are generally specifically formulated to support the culture of a single cell type and incorporate defined quantities of purified growth factors, lipoproteins and other proteins which are otherwise usually provided by the serum. അതായത് ഈ മീഡിയ ജനറലി സ്പെസിഫിക് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, പ്രത്യേകപരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ടു സപ്പോർട്ട് ദ കൾച്ചർ ഓഫ് എ സിംഗിൾ സെൽ ടൈപ്പ്, അതായത് സിംഗിൾ സെൽ ടൈപ്പ് ആയിട്ടുള്ള കൾച്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ഡിഫൈൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് പ്യൂരിഫൈഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഇതിനോട് യോജിച്ചു പോകുന്ന ഡിഫൈൻഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള അളവിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സുമാണ് വേണ്ടത്. ഓക്കെ, then lipoproteins and other proteins which are otherwise usually provided by the serum. ഓക്കെ, സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ലിപ്പോപ്രോട്ടീൻസ് അല്ലെങ്കിൽ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ ഈ സെറത്തിന് പകരം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതർവൈസ് യൂഷ്വലി പ്രൊവൈഡഡ് ബൈ ദി സെറം. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ദിസ് മീഡിയ ആർ ജനറലി സ്പെസിഫിക്കലി ഫോർമുലേറ്റഡ്. ഈ മീഡിയ ജനറലി സ്പെസിഫിക് ആയിട്ടാണ് പ്രത്യേകപരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ടു സപ്പോർട്ട് ദി കൾച്ചർ ഓഫ് എ സിംഗിൾ സെൽ ടൈപ്പ്, അതായത് സിംഗിൾ സെൽ ടൈപ്പിന്റെ കൾച്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനോട് യോജിച്ചിട്ട് ഇൻകോർപ്പറേറ്റഡ് ഡിഫൈൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് പ്യൂരിഫൈഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഇതിനോട് യോജിച്ച് അല്ലെങ്കിൽ ഇതിനോട് ചേർന്നിട്ട് ഡിഫൈൻഡ് കറക്റ്റ് ആയിട്ടുള്ള ഡിഫൈൻ ചെയ്തിരിക്കുന്ന അളവിലുള്ള കറക്റ്റ് ആയിട്ട് ഉള്ള ഒരു അളവിലുള്ള പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലിപ്പോപ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് അതർ പ്രോട്ടീൻസ്, അതുകൂടാതെ തന്നെ വേറെയും പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, വിച്ച് ആർ അതർവൈസ് യൂഷ്വലി പ്രൊവൈഡഡ് ബൈ ദി സെറം. ഓക്കെ, അതായത് ഇതൊക്കെയാണ് സെറത്തിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പറഞ്ഞു സെറം ഫ്രീ മീഡിയ എന്ന്. ഓക്കെ, സെറത്തിന് പകരമായിട്ട് ഈ മീഡിയസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രസൻസ് ഓഫ് സെറം ഇൻ മീഡിയ ക്യാൻ ലീഡ് ടു സീരിയസ് മിസ്ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്റ്റഡീസ്. ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തുമ്പോൾ ഈ സെറത്തിന്റെ പ്രസൻസ് ഉള്ള മീഡിയ ചില മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്, ചില തെറ്റുകളൊക്കെ വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സെറം ഫ്രീ മീഡിയ യൂസ് ചെയ്യുന്നത്. ഈ സെറം ഫ്രീ മീഡിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേകപരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ സിംഗിൾ സെൽ ടൈപ്പിനും ഒരു പ്രത്യേക അളവിലുള്ള പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സും അതുപോലെ തന്നെ ലിപ്പോപ്രോട്ടീൻസും അതുപോലെ തന്നെ വേറെ പ്രോട്ടീൻസ് ഒക്കെയാണ് നമ്മൾ സെറത്തിന് പകരമായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, then next point, and is also referred to as defined culture media since the components in this media are known. അതായത് ഈ മീഡിയയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഈ മീഡിയനെ എന്താണ് വിളിക്കുന്ന വേറൊരു പേരാണ് ഡിഫൈൻഡ് കൾച്ചർ മീഡിയ. ഓക്കെ, and is also referred to as defined culture media since the components in this media are known. അതായത് ഈ മീഡിയസിലെ കമ്പോണൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ ഈ മീഡിയനെ നമ്മൾ ഡിഫൈൻഡ് കൾച്ചർ മീഡിയ എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആയോ? Is it clear? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എടുക്കാം. അടുത്ത കമ്പോണന്റ് കെമിക്കലി ഡിഫൈൻഡ് മീഡിയ. ആർട്ടിഫിഷ്യൽ മീഡിയയിലെ അടുത്തത് കെമിക്കലി ഡിഫൈൻഡ് മീഡിയ. In that first point, this media contain contamination free, ultra pure, inorganic and organic ingredients and may also contain pure protein additives like growth factors. അതായത് ഈ മീഡിയയിൽ അടങ്ങിയിരിക്കുന്നത് കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടുള്ള മീൻസ് മലിനീകരണം ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള അൾട്രാ പ്യുവർ ആയിട്ടുള്ള ഇൻഓർഗാനിക്കും ഓർഗാനിക് ഒക്കെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, ഘടകങ്ങളാണ്. ആൻഡ് മേ ഓൾസോ കണ്ടെയ്ൻ പ്യുവർ പ്രോട്ടീൻ അഡിറ്റീവ്സ്, അതുകൂടാതെ തന്നെ പ്യുവർ ആയിട്ടുള്ള പ്രോട്ടീൻ അഡിറ്റീവ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതിനൊരു എക്സാമ്പിൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. The next point, their constituents are produced in bacteria or yeast by genetic engineering with the addition of vitamins, cholesterol, specific amino acids and fatty acids.
അതായത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാക്ടീരിയനെയും ഈസ്റ്റിനെയൊക്കെ നമ്മൾ ജനിതക എഞ്ചിനീയറിംഗ് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയാണ്. ഓക്കെ, ഇതിൽ നമ്മൾ വിറ്റാമിൻസും കൊളസ്ട്രോളും സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സും ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നുകൂടി പറയാം. Chemically different media. In that first point, this media contain contamination free, ultra pure, inorganic and organic ingredients. അതായത് ഈ മീഡിയയിൽ കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടുള്ള അൾട്രാ പ്യുവർ ആയിട്ടുള്ള ഇൻഓർഗാനിക്കും ഓർഗാനിക് ആയിട്ടുള്ള ഘടകങ്ങളൊക്കെയാണ് ഉള്ളത്. അതുകൂടാതെ തന്നെ പ്യുവർ പ്രോട്ടീൻ അഡിറ്റീവ്സും ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ദെൻ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഘടകങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ബാക്ടീരിയയിൽ നിന്നും ഈസ്റ്റിൽ നിന്നൊക്കെയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ നമ്മൾ വിറ്റാമിൻസും കൊളസ്ട്രോളും സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സും ഫാറ്റി ആസിഡ്സ് ഒക്കെ ഈ മീഡിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ദിസ് മീഡിയ കണ്ടെയ്ൻസ് കണ്ടാമിനേഷൻ ഫ്രീ അൾട്രാ പ്യുവർ ഇൻഓർഗാനിക് ആൻഡ് ഓർഗാനിക് ഇൻഗ്രീഡിയൻസ്. അതായത് ഈ മീഡിയയിൽ കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടുള്ള അൾട്രാ പ്യുവർ ആയിട്ടുള്ള മീൻസ് വളരെ പ്യുവർ ആയിട്ടുള്ള ഇൻഓർഗാനിക് ആയിട്ടും ഓർഗാനിക് ആയിട്ടുമുള്ള ഇൻഗ്രീഡിയൻസ് ഘടകങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ പ്യുവർ പ്രോട്ടീൻ അഡിറ്റീവ്സ് പ്യുവർ ആയിട്ടുള്ള പ്രോട്ടീൻ അഡിറ്റീവ്സും ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഘടകങ്ങളെയൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറ്റിക് എഞ്ചിനീയർ എന്ന് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ബാക്ടീരിയയിൽ നിന്നും ഈസ്റ്റിൽ നിന്നൊക്കെയാണ് ഈ ഘടകങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ വിറ്റാമിൻസും കൊളസ്ട്രോളും സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സും അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സ് ഒക്കെ ഈ മീഡിയയുടെ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ. അടുത്ത ഹെഡിങ് കൊടുക്കാം. പ്രോട്ടീൻ ഫ്രീ മീഡിയ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, protein free media do not contain any protein and only contain non-protein constituents. Okay, protein free media പ്രോട്ടീൻ അടങ്ങിയിട്ടില്ല, ഓൺലി നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്രോട്ടീൻ ഫ്രീ മീഡിയ ഡു നോട്ട് കണ്ടെയ്ൻ എനി പ്രോട്ടീൻ. ഒരു തരത്തിലുള്ള പ്രോട്ടീനും ഈ മീഡിയയിൽ അടങ്ങിയിട്ടില്ല, ഓൺലി നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഘടകങ്ങൾ മാത്രമാണ് ഇതിൽ ഉള്ളത്. Then next point, compared to serum supplemented media, use of protein free media promotes superior cell growth and protein expression and facilitate downstream purification of any expressed product. അതായത് സെറം സപ്ലിമെന്റഡ് സെറം ഉള്ള മീഡിയയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രോട്ടീൻ ഫ്രീ ആയിട്ടുള്ള മീഡിയ സെല്ലിന്റെ ഗ്രോത്തിനെ വളരെ സുപ്പീരിയർ ആയിട്ട് മീൻസ് വളരെ മികച്ച രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രോട്ടീൻ എക്സ്പ്രഷൻ ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ഡൗൺ സ്ട്രീം പ്യൂരിഫിക്കേഷൻ ഓഫ് എനി എക്സ്പ്രസ്ഡ് പ്രോഡക്റ്റ്. അതായത് പ്രോട്ടീൻ എക്സ്പ്രഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്യൂരിഫിക്കേഷൻ ഡൗൺ സ്ട്രീം ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ കാണിക്കുന്ന പ്രോഡക്ട്സിനെ എല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. Compared to serum supplemented media, use of protein free media promotes superior cell growth. Means മികച്ച രീതിയിലുള്ള ഗ്രോത്ത് മറ്റു മീഡിയസിനെ അപേക്ഷിച്ച് മികച്ച രീതിയിലുള്ള ഒരു ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സെൽസിന്റെ ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ എക്സ്പ്രഷൻ ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ഡൗൺ സ്ട്രീം പ്യൂരിഫിക്കേഷൻ ഓഫ് എനി എക്സ്പ്രസ്ഡ് പ്രോഡക്റ്റ്. എക്സ്പ്രസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിന്റെയും ഡൗൺ സ്ട്രീം ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട്, പ്രോട്ടീന്റെ എക്സ്പ്രഷൻ ഫെസിലിറ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ എന്താണ് ഡൗൺ സ്ട്രീം ആയിട്ടുള്ള ഒരു പ്യൂരിഫിക്കേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന എല്ലാ ഘടകത്തിന്റെയും കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്യൂരിഫിക്കേഷൻ നടത്താനും സഹായിക്കുന്നുണ്ട്. ഇവിടെ പറയാം പ്രോട്ടീൻ ഫ്രീ മീഡിയ. ഇൻ ദാറ്റ് പ്രോട്ടീൻ ഫ്രീ മീഡിയ ഡു നോട്ട് കണ്ടെയ്ൻ എനി പ്രോട്ടീൻ. ഇതിൽ ഒരു പ്രോട്ടീനും ഒരു തരത്തിലുള്ള പ്രോട്ടീനും അടങ്ങിയിട്ടില്ല, ഓൺലി നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇത് സെറം സപ്ലിമെന്റ് ചെയ്യുന്ന മീഡിയയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള സെൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നുണ്ട്, പ്രോട്ടീൻ അടങ്ങിയിട്ടില്ല പക്ഷേ പ്രോട്ടീൻ എക്സ്പ്രഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഡൗൺ സ്ട്രീം ആയിട്ടുള്ള ഒരു പ്യൂരിഫിക്കേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന എല്ലാ ഘടകങ്ങളുടെയും കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്യൂരിഫിക്കേഷൻ ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ മൈക്രോബയോളജി സെക്കൻഡ് ഇയർ മൈക്രോബയോളജി ഇത്രയാണ്. ഓക്കെ, നിങ്ങളുടെ മൈക്രോബയോളജി ചാപ്റ്റേഴ്സ് ഓവർ. ദെൻ നിങ്ങളുടെ അസൈൻമെന്റ്സ് ആണ്. അസൈൻമെന്റ് സെമിനാർ എന്തായാലും നമുക്ക് എക്സാം കഴിഞ്ഞിട്ട്
കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്. സെയിം വൈവ മോഡലായിരിക്കും എക്സാം. കറക്റ്റായിട്ട് പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, എങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.